കടക്കാരൻ മരിച്ച ലക്ഷണമാണ്. ആ ഹലോ ചേട്ടാ. വരുന്നു. ഒരു പാക്കറ്റ് 555. 555 ഇല്ല. അയ്യോ, 555 കാണുമോ? അതും ഇല്ല. ഒരു പാക്കറ്റ് സിംഗിൾ 5 വാങ്ങി വെച്ചൂടോ? ശ്രമിക്കാം. അടച്ചിട്ട് മണലി വരാൻ പോടെ ഇറക്കാം. മുയലാളി മുയലാളി മുയലാളി, 555 ഈ നാട്ടിലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു സോഫ്റ്റ് ഡ്രിങ്ക്. ചില്ലറയില്ല. ബാക്കി താനെടുത്തോ. ഇതിന്റെ ബാക്കി കുടിച്ചോ. 100 രൂപ ഇങ്ങട്ടാ. ഈ 10 പിടിച്ചോ, അതിന്റെ ബാക്കി എടുത്തോ. പോലീസ് സ്റ്റേഷൻ. ചതിച്ചോണ്ടീശ്വര. മുതലാളി മുതലാളി ഇത്രയും കാലം ലോക്കപ്പിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ വാടക വീടെന്ന് പറഞ്ഞതോ? ഓ മനസ്സിലായി. വലിയ വലിയ കള്ളന്മാരൊക്കെ ജയിലിന് തറവാടെന്ന് പറയുന്ന പോലെ മുതലാളി പോലീസ് സ്റ്റേഷന് വാടക വീടെന്ന് പറഞ്ഞായിരിക്കില്ലേ? രാഷ്ട്രീയക്കാരനെ പോലെ ആൾക്കാരെ വഹിക്കാൻ വായിട്ട് അലക്കാതെ വണ്ടി കയറിയിടാ. നീ ഒരു ഡ്രൈവറാണ്. ഞാൻ പോയിട്ട് പോന്നേക്കാം. മാസത്തിൽ ഒരിക്കൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണമായിരിക്കും. കള്ളൻ പോയിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടുത്തെ പഴയ ഒരു അന്തേവാസിയാ. ഏതാ സെക്ഷൻ? മോഷണോ പിടിച്ചോ? അയ്യോ, അന്തേവാസി എന്ന് പറഞ്ഞത് ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന വാടകക്കാരൻ എന്ന നിലയിലാണ്. ഓ മനസ്സിലായി. ഡ്രൈവർ ഓമനക്കുട്ടൻ. അതെ. ഡ്രൈവർ പണി മതിയാക്കി താനെന്താ സർക്കസിൽ ചേർന്നോ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഞാൻ അഭ്യാസം ഒന്നും കാണിച്ചില്ലല്ലോ. ഈ ബഫൂൺ വേഷം കണ്ടിട്ട് ചോദിച്ചതാ. താൻ അഭ്യാസിയാണെന്ന് എനിക്കറിയാം. നിന്ന നിൽപ്പ് മുങ്ങുന്ന അഭ്യാസി. അയ്യോ, ഞാൻ മുങ്ങിയതല്ല, വിഴുങ്ങാൻ പോയതാ. വിഴുങ്ങാനോ? അതെ, ഹൈദരാബാദിൽ ആസ്മയ്ക്കുള്ള ഒരു മീൻ വിഴുങ്ങാൻ പോയതാ. ആസ്മ മാറണമെങ്കിൽ മീൻ മാത്രം വിഴുങ്ങിയാൽ പോരായിരുന്നു ഓമനക്കുട്ട. 4-5 മാസത്തെ വാടക കൂടി വിഴുങ്ങണോ? കുടിശ്ശിക തീർത്ത് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി വന്നാ. ഓമനക്കുട്ട, താൻ ആദ്യം ആ വീട്ടുടമസ്ഥന്റെ കുടിശ്ശിക മുഴുവൻ തീർത്തുകൊട്. ഇവിടെ താമസിക്കുന്ന കാര്യം ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ചിന്തിച്ചാ മതി. 5 കൊല്ലോ? 5 years? സർക്കാർ കാര്യമല്ലേ. പുതിയ പോലീസ് സ്റ്റേഷന്റെ പണിയൊക്കെ എപ്പോഴാ തീരുകയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമാണോ? അല്ല, സാറും പോലീസുകാരന്മാരും കൂടും കുടുക്കെടുത്തോണ്ട് ഒഴിഞ്ഞു എന്നാലേ എനിക്കിവിടെ. ഓഹോ, അപ്പൊ പോലീസിന്റെ കുടുക്കൊഴിപ്പിച്ച് താമസിക്കാൻ വന്നിരിക്കാണല്ലേ? വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇടിച്ചിട്ട് നട്ടെല്ലാം നോക്കും. പോടാ. അപ്പോ ഇരിക്കട്ടെ ഇങ്ങനത്തെ ഒന്നും എടുക്കണ്ട, രണ്ടും എടുക്കണ്ട. ഇവന്റെ സാധനം സമയ്ക്കുന്നില്ലേ? ഒരു മുട്ടത്തലും പ്രതിമ എല്ലായിടത്തും പോകാൻ പറ. അത് ഇവിടെ ഇരിക്കട്ടെ. പിടി. അതെ, അതുകൂടെ എടുത്തോണ്ട് പോ. അല്ല ഇത് മാവ് കുഴക്കുന്നേ ഉള്ളോ? മണി 9 ആയല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? ആയല്ലോ. സാറിനെ കാണാതായപ്പോ ഞങ്ങൾ കൊണ്ടുവന്നേ ഉള്ളൂ. എന്നാ തിന്ന്. അയ്യോ, ഇതെന്താ പച്ചമാവ കഴിക്കുന്നേ? ഞങ്ങൾ ഇവന് ദിവസവും കൊടുക്കാറുള്ളത് പച്ചമാവാ. ഈ മാവ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് തിളച്ച വെളിച്ചെണ്ണയും കൂടെ കുടിക്കും. അപ്പൊ അത് വയറ്റിൽ കിടന്ന് പൂരി ആയിക്കോളും. അല്ല, നമ്മളാരാ മനസ്സിലായില്ലല്ലോ. ഞാൻ തിലോത്തമ്മ. ദേവർമ്മയുടെ എസ്റ്റേറ്റ് വാങ്ങിയത് ഞങ്ങളാ. ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. അത്രേ ഉള്ളൂ. ഞാൻ പൗലോസ്. ഇത് ഞങ്ങളുടെ ശത്രു. ശത്രുഘ്നൻ. ദാ നിൽക്കുന്ന ആളാണ് ജീവൻ. അപ്പോ ജീവന്റെ ഫാമിലി? അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. സെൻസസ് എടുക്കാൻ വന്നൊന്നുമല്ലോ. ജീവൻ വില പറഞ്ഞ എസ്റ്റേറ്റ് ഞങ്ങൾ വാങ്ങിയതിൽ ദേഷ്യം ഉണ്ടാവും എനിക്കറിയാം. ദേവർമ്മ എസ്റ്റേറ്റ് വിൽക്കുന്നെന്ന് പറഞ്ഞു. വിലയും മറ്റു കാര്യങ്ങളും ഒത്തു വന്നപ്പോ ഞങ്ങളത് വാങ്ങി. ഞങ്ങളുടെ ദേഷ്യമൊന്നും തോന്നരുത്. ഒറ്റയ്ക്കാണ്. എന്തിനാ ഈ തണുപ്പത്ത് പുറത്തിറങ്ങിയത്? നീ എങ്ങോട്ടാ മതിലാരെയും നോക്കാൻ വന്നാടി? ആരാ മനസ്സിലായില്ലോ. ഞാൻ കർത്താവ്. എന്റെ ഈശോയെ, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് ഇപ്പഴേ വരണേ. എവിടെ കുരിശ്? ആ കർത്താവല്ലടോ, ഞാൻ ഇവളുടെ ഭർത്താവ്. പേര് ചേകന്നൂർ നീലകണ്ഠൻ കർത്താവ്. കണ്ടാൽ അവരുടെ അപ്പൻ, സോറി മുത്തച്ഛനാണെന്ന് തോന്നുന്നു. മുത്തച്ഛന്റെ അപ്പനാണാ. ആണുങ്ങളുടെ മണം അടിച്ചപ്പോഴേക്കും നീ വേലിയാടി ഇല്ലടി മൂദേവി. നാട്ടിലുള്ള പൂവാലന്മാരുടെ മുഴുവൻ ശല്യം സഹിക്ക വയ്യാതെ ഉള്ളതൊക്കെ വിറ്റുപറക്കി തണുപ്പത്ത് വന്നപ്പോ ആരാടാ ഈ ജീവൻ? ഞാനാ. നീ വലിയ കൊമ്പത്തെ ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ എനിക്ക് നീ ഒരു പുല്ല.
എന്തെങ്കിലും പൂത്ത കാശിടടാ. പൂത്ത കാശുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചോണോ. അയ്യോ അയ്യോ എന്താ പറ്റി? ആസ്മയാ. സമാധാനമായി. ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ വരാം. വരൂ വരണതിന് വിരോധമില്ല, പക്ഷെ ഒറ്റയ്ക്ക് വന്നാ മതി. കൂടെ ഈ ഉപ്പുചാക്ക് വേണ്ട. പോടാ സെട്ടി. വരൂ നീ. ജീവ, എസ്റ്റേറ്റ് നമുക്ക് തന്നെ കിട്ടും. എങ്ങനെ? ദേ കണ്ടില്ലേ, അയാളിന് അധികം നാളും ഉണ്ടാവില്ല. സ്കൂളിൽ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റാ ജീവേട്ട ഇത്. ബ്ലാക്ക് ബോർഡ് 2, ഡെസ്ക് 10, ബെഞ്ച് 10, then color chalk, toys for the playroom, minimum 30,000 rupees. Chocolates for crying children, Cadbury's only. അയ്യടാ, കാഡ്ബറീസ് മാത്രം. എടി, നീ ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ, അല്ല നീ നിന്റെ മറ്റവനും കൂടി തിന്നു തീർക്കണോ? ബ്ലാക്ക് ബോർഡും ബെഞ്ചും ഡെസ്കും ചോക്കും ഒക്കെ കട്ട്, ആ കാശിന് കൂടി ടോയ്സ് ആൻഡ് ചോക്ലേറ്റ്സ്. ബോർഡും ചോക്കും ഒന്നും ആവശ്യത്തിന് ഇല്ല ജീവേട്ടാ. ഉള്ളതൊക്കെ മതിയെന്ന്, പിള്ളേര് കളിച്ചും തിന്നൊക്കെ വളരട്ടെ. ചോക്കെങ്കിലും നോ മോർ ചോക്ക്, ചോക്ലേറ്റ്സ് ഓൺലി. ഓക്കേ, ബൈ. മെയ് കണ്ണാകണം. നോട്ടമുണ്ടല്ലോ, അത് ശത്രുവിന്റെ കണ്ണിൽ നിന്നും മാറ്റരുത്. കണ്ണിൽ നോക്കി അവൻ എത്രക്കാരനാണെന്ന് അറിയണം. എന്നിട്ട് ഇടത്തെ കൈ ഇങ്ങനെ പൊക്കി വലത്തെ കൈ കൊണ്ട് കത്തി കത്തി. മുരുകളെ, ഇത് ഒന്നുകൂടെ അങ്ങ് പിടിപ്പിച്ചാട്ടെ, അപ്പൊ വേദന അങ്ങ് പോകും. വാറ്റാ. എടാ കരീമേ, പുത്തൂരൻ കളരിയും തച്ചോളിക്കളരിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിനക്കറിയാമോ? അറിയാം. ഒന്ന് പറഞ്ഞാട്ടെ. ഞങ്ങളെ പോലെ ഈ തൊഴിലുകൊണ്ട് ജീവിക്കുന്നവരെ വർഗീസ് അങ്ങോട്ട് കയറ്റുകയില്ല. അത് തന്നെ. അതെ, അത് നിന്റെയൊക്കെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോ. എന്നതാ? നിന്റെ ആങ്ങളുടെ കളരിയിൽ ഇവന്മാരി ഒന്ന് പെട്ടിരുന്നെങ്കിൽ നീയൊക്കെ തല്ലാൻ കൊള്ളാത്ത പരുവത്തിലായനെ. പിന്നെ വല്ല ചവിട്ട് നാടകത്തിനും പറ്റിയനെ. ചുമ്മാതല്ല കർത്താവ് ഇടയ്ക്കിടയ്ക്ക് കുഴ പിടിച്ച് തിരിക്കുന്നത്. എന്റെ അപ്പന്റെ മനപ്രാക്കൊണ്ടാ ഇങ്ങർക്ക് ഗതി പിടിക്കാത്തത്. പോടി അവിടുന്ന്. നിന്റെ അപ്പന്റെ പ്രാക്കൊന്നും ഈ പുത്തൂരാൻ ഏശുകല. എന്തോ? സത്യത്തിൽ എന്റെ ഗുരുക്കൾ ആരാണെന്ന് നിനക്കറിയാമോ? ഇല്ലേ. അവളുടെ അപ്പനൊന്നുമല്ല, പിന്നെ സാക്ഷാൽ മതിലൂർ രാജൻ പണിക്കർ. അത് നിങ്ങൾ വരുത്തന്മാർക്കറിയല. രാജൻ പണിക്കർ ആരാണെന്ന് പുലിക്കാർപ്പിനോട് ചോദിച്ചു നോക്ക്. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. അതാ രാജൻ പണിക്കർ. അത് നേരാ. ആശാന്റെ നെഞ്ചത്തിട്ട് ചവിട്ടിയ ചല്ലയോ അയാള് രായ്ക്കരാമന് നാടുവിട്ട് ഓടിയത്. രാജൻ പണിക്കർ പിന്നെ എന്നെ വേണോടി? നിന്റെ അപ്പന്റെ പിന്നാലെ എന്തും വാലുമാട്ടിക്കൊണ്ട് നടക്കണമായിരുന്നു. ആഹാ, ഓമനേച്ചിയെ കെട്ടിക്കാൻ വെച്ചെന്ന് കാശും പണ്ടോ എടുത്തോണ്ടാ ആ തെണ്ടി നാട് വിട്ടത്. ആ ചതി ഓർത്ത് തീ തിന്നാ എന്റെ അപ്പൻ നേരത്തെ അങ്ങ് പോയത്. ആ, അതുകൊണ്ട് നിന്റെ അപ്പനും രക്ഷപ്പെട്ടു, രാജൻ പണിക്കരും രക്ഷപ്പെട്ടു. മദ്രാസിൽ അയാളിപ്പോ ഒന്നാന്തരം ഒരു കളരി നടത്തുക. അതേ, വെറും കളരിയല്ല, കരാട്ടയും അല്ലറ ചില്ലറ മുറകളൊക്കെ ചേർന്ന് ഇടപാടാ. എന്നാ പറ്റി? അവക്ക് കലികേറിയതോണ്ട് എന്റെ ഉളുക്കങ്ങ് മാറി. അതുകൊണ്ട് ആങ്ങളുടെ അടുത്ത് പോവാതെ രക്ഷപ്പെട്ടു. ആങ്ങള അവന് തീരുമാനറിയായിരിക്കും. പക്ഷേ ഒരഭ്യാസിയായിട്ട് ഞാൻ രാജൻ പണിക്കരം അവനെ വഹിച്ചു കൊടുക്കില്ല. കളരിന്ന് വെച്ചാ അവനാണെന്നൊരു അഹങ്കാരമുണ്ട്. എന്റെ രാജൻ പണിക്കരുടെ നേർക്കേറെ നിൽക്കുകയല്ല, നിന്ന മൂത്തൊഴിക്കും. മമ്മി അങ്ങനെ വേറെ ആണുങ്ങളുള്ള വീട്ടിൽ നിന്ന് കെട്ടാൻ പോയി. അങ്ങനെ ഇങ്ങോട്ട് വരുമോ? പോടോ, നല്ല ചുട്ടടി വെച്ചിരും. എന്റെ അമ്മച്ചി ജോണിയുടെ അപ്പം പിണങ്ങി അങ്ങേരുടെ വീട്ടിൽ പോയിരിക്കുക. പിന്നെ അവൻ പിണങ്ങുന്നു, അതിനുള്ള ഉശരൊന്നും അവനില്ല. അയ്യോ, എന്റെ പൊന്നും കുരിച്ച് മുത്തപ്പനാണ് സത്യം. വല്ല നാട്ടിലും അഭിമാനം കളഞ്ഞ് ജീവിക്കാൻ കഴിയലെന്നും പറഞ്ഞു പോയതാ. ആരെടി അവന്റെ അഭിമാനം കളഞ്ഞേ? ദേ, സഹോദര സ്നേഹമുള്ള എന്റെ ഒരു പുന്നാര സഹോദരനാ. ഇവൻ ഒറ്റ ഒരുത്തൻ കാരണം എനിക്ക് ഗതിയോട് വന്നത്. ചേച്ചി, ഞാനൊരു ഐഡിയ പറയാം. ചേച്ചി ഇനിയും വയനാട്ടിലോട്ടൊന്നും പോണ്ട, ഇവിടെ അങ്ങോട്ട് ഓടിക്കോ. അമ്മച്ചി, ദൈവം പറയുന്ന കേട്ടോ. വല്ല നാട്ടിലും ആടിനെയും കോഴിയും ഏലക്കയും കുരുമുളകും ഒക്കെ കളഞ്ഞു വെച്ച് ഞാൻ ഇങ്ങോട്ട് പോരാനോ? അപ്പൊ ജോണിയുടെ അപ്പന്റെ കാര്യോ? അതും അങ്ങ് പോയിക്കോട്ടെ. പപ്പ നിൽക്കുന്നു. ആഹാ, നിങ്ങൾ ഒന്നിച്ചു വന്നേച്ചാന്നോടെ ഈ തിരുമറിയലൊക്കെ. ഇറങ്ങി ചെന്ന് തന്തയെ വിളിച്ചോണ്ട് വാടാ. ഇവന്റെ ഈ ഒളിഞ്ഞോട്ടം കൊണ്ട് ഇങ്ങനെ ചില ഗുണമുണ്ട്. അയ്യോ എന്റെ കർത്താവേ, ഇത് എവിടുന്ന് വരുന്നു? ചുമ്മാ വേല ഇറക്കാതെ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് പോകാനാ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നത്. അയ്യോ, എന്റെ പരിമല പള്ളിയാണ് സത്യം. വർഗീസ് അളിയൻ വയനാട്ടിൽ കാല് കുത്താതെ ഞാൻ തിരിച്ചു വരികയെന്നും പറഞ്ഞു പോയ മനുഷ്യനാ. ഇപ്പൊ ദേ വരുന്നു. ബാബാ,
ഇയാളെന്നെ അവിടെ നിന്ന് കളഞ്ഞേ. അല്ലേ നിങ്ങളിത് എവിടുന്ന് വരുന്നു? നീ ഇപ്പൊ സൈഡ് മാറിയോ? കണ്ടിട്ടേ ഇല്ലാത്തതുപോലെ. എന്നെ അവിടെ നിർത്തിയാ ചെല്ലിയോ ഇവിടെ ഇങ്ങോട്ട് വന്നത്? അതെ, ഞാനായിരിക്കത്തില്ല, നിങ്ങളുടെ മറ്റോളായിരിക്കും. തെമ്മാടത്തിനെ പറഞ്ഞാണല്ലോ പരിസരമൊന്നും ഞാൻ നോക്കില്ല. എന്റെ കർത്താവേ, ഞാനാണല്ലോ എല്ലാവരുടെ മുമ്പിലും മോശക്കാരിയാവുന്നത്. ഈ നെഞ്ചത്തടിയും നിലവിളി ഒന്നും കണ്ടെന്ന് വെച്ച് എന്റെ മനസ്സലിയല. നേരും നെറിയും ഇല്ലാത്ത കാര്യത്തിന് കൂട്ട് നിന്ന് തല്ലാനും കൊല്ലാനും അല്ല ഞാൻ കളരി പഠിച്ചതും പഠിപ്പിക്കുന്നതും. അതിനെന്നെ കിട്ടിയാല നിന്റെ വായിന്ന് നേരിട്ടാവുന്ന് കേൾക്കണമായിരുന്നു. പക്ഷേ നീ ചെവിക്കുന്നുള്ളിക്കോ. നീ വന്നില്ലെങ്കിലും വയനാട്ടിൽ ഞങ്ങൾ പയറ്റും. തച്ചോളി വർഗീസ് വന്നില്ലെങ്കിൽ പുത്തൂരാനെ കൊണ്ടുപോയി ഞങ്ങൾ അംഗം വെട്ടും. ഇത് സത്യം, സത്യം, സത്യം. ഇടത്ത് ചവിട്ടി ഇടത്തേതെടുത്ത് വലത്തോട്ട് വെച്ച് വലത്ത് മാറി വീതി ചുരുക്കി അമർന്ന് ഇടത്തോട്ട് ഇടത്ത് വലത്തോട്ട് വലത്ത് കൊണ്ട് വീതി ചുരുക്കി ചാരിക്കെട്ടി തിരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞു കിഴക്കോട്ട് തിരിഞ്ഞു താരി. സൂക്ഷിച്ചു വേണം, അതുങ്ങൾ ചത്തുപോകും. പോയി പടി പോയി. നിന്നെ വടിയെടുക്കടാ. എന്റെ ഒരു കളരി ചുരുക്കി ആ ഗോപാലകൃഷ്ണൻ സത്യത്തിൽ നമുക്കൊക്കെ ഒരു അനുഗ്രഹം. അവൻ പറഞ്ഞുകൊണ്ട് മാത്രം അദ്ദേഹം കള്ളൂടി നിർത്തിയേ. എന്റെ വീട്ടിലെ പ്രശ്നം ഗോപാലകൃഷ്ണന്റെ അടുത്ത് പറഞ്ഞാലോ അവൻ എന്തെങ്കിലും പ്രതിവിധി കാണിച്ചു തരാതിരിക്കില്ല. എന്താ അകത്തേക്ക് വാ. അകത്തേക്കോ? എന്തിന്? എനിക്ക് ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം പറയണം. അതിവിടെ ഒന്നും പറയാലോ. അതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റൂല. വാ വാ, അകത്തേക്ക് വാ. അതെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട. എന്നാ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അയ്യേ, എന്താ? ദയവ് ചെയ്ത് എന്നെ അങ്ങനെ കാണരുത്. അയ്യോ, അതല്ലട പൊട്ട. അയ്യോ, എന്നെ ഇവിടെ ആരെങ്കിലും അതാണ് പ്രശ്നം അല്ലേ? ദിവസവും രാവിലെ 4:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് പുള്ളി ആദ്യത്തെ വണ്ടിക്ക് തന്നെ പോവില്ലേ? അതെ. വീട്ടില് ടൈം പീസ് ഉണ്ടാ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അത് വെളുപ്പിന് 3 മണിക്ക് അടിക്കാൻ പാകത്തിന് ശരിക്കും വൈൻഡ് ചെയ്ത് വെച്ചോളൂ. അതെന്തിനാ? ആ സമയത്ത് അലാറം കേട്ട് പുള്ളിക്കാരൻ എഴുന്നേൽക്കും. പിന്നെ ഉറങ്ങാൻ പറ്റില്ല. വെളുപ്പിന് 3 മണിയാണേ. അവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കേണ്ടത്. മനസ്സിലായില്ല. കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇത്തിരി ഇല്ലാത്ത ചെക്കനാ. അത് കൊള്ളാലോ.
3 മണിയോ? ഇതാരാ 3 മണിക്ക് അലാറം വെച്ചത്? 2 മണിക്കൂറുണ്ടല്ലോ. ഛേ, തൂക്കം പോയി. ആഹാ, ആനന്ദ് ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് കുറച്ചു ദിവസം പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. അത് ആ എന്താണ് ആകെ ഒരു മാറ്റം? ഇങ്ങ് വാ, ചെവിയിൽ പറയാം. എന്നാലും എന്റെ ഗോപാലകൃഷ്ണ, നിന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് ഇത്രയും വിവരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവളുടെ ഹസ്ബൻഡ് ആളങ്ങ് മാറിപ്പോയില്ലേ, കണ്ടാ പോലും തിരിച്ചറിയില്ല. ഈ ഫ്ലാറ്റിലെ പുള്ളിക്കാരനെ മാത്രമേ കാണാത്തുള്ളൂ. അതെങ്ങനെയാ? രാത്രി 12 മണിക്കല്ലേ വരണത്, വെളുപ്പിന് 5 മണിക്ക് പോവുകയും ചെയ്യും. അതൊക്കെ പണ്ട്. ഇപ്പൊ കടയും വേണ്ട കച്ചവടം വേണ്ടെന്നായില്ലേ, എപ്പോഴും വീട്ടിൽ തന്നെയാ. ഓ അത് ശരി. എന്നാ പിന്നെ എനിക്കൊന്ന് പരിചയപ്പെടാലോ. ഇപ്പൊ ഇവിടെ ഇല്ല. അയ്യോ, പിന്നെ കച്ചവടത്തിന് പോയോ? അയ്യോ അതല്ല, പുതിയ TV വാങ്ങാൻ പോയിരിക്കുക. എന്റെ കർത്താവേ, ഈ കോലം കണ്ടില്ലയോ? പണ്ട് എന്തൊരു ഐശ്വര്യമായിരുന്നു ആ പാണ്ടി കുറിയും കായ സഞ്ചിയും തൂക്കിയുള്ള പോക്ക്. എന്റെ ഗോപാലകൃഷ്ണ. ഞാനാണോ? പോയിസൺ മിക്സ് ചെയ്തു. ഏത് ഗ്ലാസ്സിൽ? ഈ ഗ്ലാസ്സിൽ. ഉറപ്പാണല്ലോ? വേണേ കുടിച്ചു നോക്കൂ. കൊണ്ടുപോടാ. ഈ കടങ്കഥയുടെ ഉത്തരം പറ. Oh my God, എനിക്കൊന്നും മനസ്സിലായോ? അതിനൊരു ബുദ്ധി വേണം. ഇതിൽ ഇത്ര മനസ്സിലാക്കാൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മുടെ ചാപ്ലിന്റെ ജന്മദിനം പ്രമാണിച്ച് നമുക്ക് ഒരു ഗ്ലാസ് പായസം കുടിക്കാം. Many happy returns of the day, Chaplain. താങ്ക് യു മാഡം. നാൻസികൾ കൊടുക്ക്. കുടിക്കാൻ വരട്ടെ. കടങ്കഥയുടെ ഉത്തരം പറഞ്ഞിട്ട് കുടിച്ചാൽ മതി. അയ്യോ, പറഞ്ഞു തൊലയ്ക്കേ. തൊലച്ചോണ്ടിരിക്കല്ലേ? അതായത് ദേ, ഇത് നെല്ല്, ഇത് തോണി, ഇത് കോഴി, ഇത് തോണിക്കാരൻ, ഇത് കുറുക്കൻ. ഈ കുറുക്കനും കോഴിയും കൂടെ ഒരിടത്ത് നിർത്തിയാൽ കുറുക്കൻ കോഴി പിടിക്കും. ഈ നെല്ലും കോഴിയും കൂടെ ഒന്നിച്ച് വെച്ചാൽ നെല്ല് കോഴിയും. ഈ തോണിയില് 2 ഐറ്റത്തിൽ കൂടുതൽ കയറ്റിയാൽ തോണി മുങ്ങും, കയറ്റാൻ പറ്റില്ല. അപ്പോ എല്ലാ ഐറ്റത്തിനും കൂടി എങ്ങനെ അക്കരെ കടത്തും? അതാണ് ഇവിടുത്തെ പ്രശ്നം. കുറുക്കൻ കോഴിയെ തിന്നാൻ പാടില്ല, കോഴി നെല്ല് തിന്നാൻ പാടില്ല, തോണി മുങ്ങാൻ പാടില്ല, ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. എങ്ങനെ ഒന്നും മനസ്സിലാക്കാൻ പാടില്ല. ഓക്കെ, കുടിക്ക്. ഞാനും കുടിക്കാം. ആഹാ, നല്ല ബെസ്റ്റ് പായസം. എടുക്കൂ, കുടിക്കൂ. സാറ് പായസം കുടിക്കണം സാർ. നീ കുടിക്ക്. എന്റെ ജന്മദിനമല്ലേ, സാറ് കുടിക്കണം. നിന്റെ ജന്മദിനല്ലേ, നീ കുടിച്ചാ മതി. സാറ് കുടിക്കുന്നതാണ് എനിക്ക് സന്തോഷം. നീ കുടിക്കുന്ന എനിക്ക് സന്തോഷം. അല്ല, അങ്ങനെ പറയരുത്. സാർ കുടിച്ചാൽ എടുത്ത് കുടിക്കണം. നീ കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിച്ചോളാം. നല്ല ടേസ്റ്റ്. കുടിക്കൂ. അങ്ങൾ കുടിക്കുന്നില്ലേ? നോ. ചാപ്ലിൻ, ഇപ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്റെ ആൽബം സാറേ, കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ ദൗത്യം ഞാൻ ഏറ്റെടുത്തത്. സാറിന്റെ ഇടപെടൽ കാരണം എന്റെ പ്ലാനിങ് എല്ലാം പൊളിയാണ്. ഇക്കണക്കിന് പോയാൽ ഞാൻ കുത്തുവാള എടുക്കുന്നു മാത്രമല്ല, എന്റെ പുകയും കാണും. ഇതിൽ നല്ല ജയിലിൽ പോയി ഉണ്ട തിന്നെയായിരുന്നു. അപ്പൊ ഉണ്ട തിന്നാൻ തന്നെ തീരുമാനിച്ചോ? ഉണ്ടാവും, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഞാൻ ഈ പണി നിർത്തി സ്ഥലം വിടുകയാണ്. പോയിക്കോ. പക്ഷെ ആ ഫോട്ടോ എന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. അയ്യോ, ഇയാളെന്റെ ഉയരം കൊണ്ടേ പോവും. താൻ വിഷമിക്കണ്ട. നാളത്തെ കൊണ്ട് നമുക്ക് അവളുടെ കഥ കഴിക്കാം. എന്നാ കഥ പറയൂ. രാവിലെ നാൻസി പള്ളിയിൽ പോകുന്നുണ്ട്.
ആ. അച്ചുവിന് സുഖമില്ലാത്തത് കൊണ്ട് അവൾ ഒറ്റക്കായിരിക്കും. ഉം. അല്ലെങ്കിൽ മറ്റവനെയും കൂട്ടി. ആരെ? ആ ചാർലിയെ. ആ. പള്ളിയിൽ പോയാൽ പിന്നെ അവർ തിരിച്ചു വരരുത്. ഒരു മോട്ടോർ എങ്ങനെ ആക്സിഡന്റ്, എങ്ങനെ? കാറിന്റെ ബ്രേക്ക് കട്ട്. ഐഡിയ, ഇത് ഞാൻ ഏറ്റ്. പിന്നെ കേരളം ആയതുകൊണ്ട് ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഈ കാർ ഓവർടേക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്താൽ ലെഫ്റ്റിലേക്ക് വേണം ടേൺ ചെയ്യാൻ. അതുപോലെ ലെഫ്റ്റിലെ ഇൻഡിക്കേറ്റർ കൊടുത്താൽ റൈറ്റിലേക്ക് ടേൺ ചെയ്യണം. ഓക്കെ. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ ഈ റൈറ്റ് ഡോർ തുറന്നിട്ട് ലെഫ്റ്റിൽ കൂടി ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഇനി ഞാൻ ഡ്രൈവ് ആയിട്ട്. ചെയ്യാം. ഓക്കെ കീ ഇങ്ങ് തരൂ. ഓക്കെ ഓക്കെ കരി ഓൺ കരി ഓൺ. എന്തോ ഒരു കുരുക്കുണ്ടല്ലോ. ഒരു പക്ഷിക്ക് രണ്ട് വെടി, ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഇങ്ങ വന്നേ ഇങ്ങ വന്നേ. താനെന്തിനാ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങുന്നേ? ഞാൻ കറങ്ങല്ലോ, നിൽക്കുകയല്ലേ. അത് മനസ്സിലായി. എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? അല്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോളൂ. ഡ്യൂട്ടിയിൽ സിൻസിയർ ആയിരിക്കണം. ഒരു ബോഡി കടന്നു പറഞ്ഞാൽ എപ്പോഴും ബോഡിയുടെ കൂടെ ഉണ്ടായിരിക്കണം. കേറൂ. അല്ല, നിങ്ങൾക്ക് പലതും സംസാരിച്ചോണ്ട് പോവാമല്ലോ. സംസാരിക്കാനുള്ളതൊക്കെ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. അല്ല, വേറെ പലതും കാണുമല്ലോ. ഞാനൊരു ജെന്റിൽമാനാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചീപ്പല്ല ഞാൻ. ഞാനൊരു ജെന്റിൽമാൻ ആയതുകൊണ്ട് ഇത് വരാൻ പഠിക്കും. ജെന്റിൽമാൻ ആണെങ്കിൽ ധൈര്യമായിട്ട് വരാം. ചാർലി, ചാപ്ലിൻ ചാർലി, ചാപ്ലിൻ. ചാപ്ലിൻ എന്താ ദൈവത്തിൽ വിശ്വാസം ഇല്ലേ? ദൈവത്തിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാറിൽ കയറാൻ പോകുന്നത്. എനിക്ക് നിന്നെ ആ വിശ്വാസം ഇല്ലാത്തത്. കേറ്. ആ വിട്ടോളൂ വിട്ടോളൂ വിട്ടോളൂ. ചൂക്ക് ചൂക്ക്. ഒരു വെടിക്ക് 3 പക്ഷി. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ചാപ്ലിൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഈ അവസരത്തിൽ ആര് പാടിപ്പോവും? ഇതൊന്നും അല്ല ചാപ്ലിന്റെ പാട്ട്. വേറെ ചില വെസ്റ്റേൺ മ്യൂസിക് ഉണ്ട് കയ്യില്. മറ്റേ വെള്ളം അടിക്കുമ്പോൾ പാടുന്ന പാട്ട് പറയട്ടാ. എന്നെ ഇവിടെ ഇറക്കി വിടുവോ? ഓ ജീസസ്, വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. ബ്രേക്ക് ചവിട്ട്. പമ്പ് ചെയ്ത് ചവിട്ട്. ഗിയർ മാറ്റ്. ഗിയർ ഡൗൺ ചെയ്യാം. ആക്സിലേറ്റർ ചവിട്ടാനല്ല പറഞ്ഞു. ലെഫ്റ്റ് ഓടിക്കും. ഓ ഗോഡ്, ആക്സിലേറ്റർ കുറയ്ക്കും. ആക്സിലേറ്റർ കൂട്ടാനല്ലോ പറഞ്ഞത്. റൈറ്റ്. എന്ത് വേണ്ട തിരിച്ചു നിർത്ത്. മാഡം, 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 ഒന്നും പറ്റിയില്ലോ? ചേകന്നൂർ വീരകണ്ഠൻ കർത്താവ് എന്റെ അച്ഛൻ. ഞാൻ നീലകണ്ഠൻ കർത്താവ്. 18 പയറ്റി തെളിഞ്ഞ പാരമ്പര്യമുള്ള കുടുംബം. കാട്ടാനെ വരെ ചൂണ്ടുവർമ്മത്തിൽ നിർത്താൻ കഴിവുള്ളവനാണ് ഈ കർത്താവ്. അതുകൊണ്ട് എനിക്കാരെയും പേടിയില്ല. വർമ്മയുടെ ഈ എസ്റ്റേറ്റ് ഞാൻ തന്നെ വാങ്ങും. എന്ത് പറ്റി? അല്പം വലിവുണ്ട്, എന്നാലും ശക്തിക്ക് കുറവൊന്നുമില്ല. ആർക്കും ഒരു സംശയവും തോന്നാതിരിക്കാനാ കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കാൻ തീരുമാനിച്ചത്. അത് നന്നായി. ആരെങ്കിലും കണ്ടാൽ നമ്മൾ മൂത്രമൊഴിക്കാൻ നിൽക്കുന്നേ തോന്നൂ. കർത്താവാണ് എന്റെ എസ്റ്റേറ്റ് വാങ്ങുന്നതെന്ന് നാളെ രജിസ്ട്രേഷൻ കഴിയുന്നത് വരെ ഒരു ഈച്ച പോലും അറിയരുത്. കാണാൻ 1000 കണ്ണുകളും കേൾക്കാൻ അതിലേറെ കാതുകളുമുള്ളവനാ ജീവൻ. അതെ, എന്നോട് കളിച്ചാലേ ഞാൻ ആളെ വെച്ച് കൊല്ലിക്കും. എന്തെങ്കിലും പൂത്ത പണമുണ്ട്. ആ